ഹലോ, ഇന്നത്തെ ഈ ഒരു സ്പെഷ്യലാട്ടോ. ഇതെന്താണെന്ന് മനസ്സിലായോ? കണ്ടിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ദേ ആദ്യം തന്നെ തേങ്ങ അരച്ച് വെച്ചേക്കെന്താ വറുത്തരച്ച് വെച്ചേക്കെന്താട്ടോ കാണിച്ചിരുന്നത്. അപ്പം അമ്മയുടെ കേട്ടോ ഇന്നത്തെ കുക്കിങ്. അപ്പം ഞാൻ ശനിയും ഞായറൊക്കെ ബക്രീദൊക്കെ ആയിട്ട് മുടക്കായ കാരണം എൻ്റെ വീട്ടിലേക്ക് പോന്നേക്കാട്ടോ. അടുത്ത ആഴ്ച സെക്കൻഡ് സാറ്റർഡേ ഇങ്ങോട്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഹസ്ബൻഡിനെ ഓട്ടുണ്ട്. അപ്പോൾ ഈ ആഴ്ച കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നതാട്ടാ. അപ്പോൾ ഞാൻ വരുമ്പോഴേക്കും അമ്മ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവമാട്ടാ. നമ്മുടെ കാഷ്നട്ടില്ലേ, കഷ്ണണ്ടി അങ്ങനെ പറയാം, അത് കറി വെക്കാന്ന് പറഞ്ഞിട്ട്. അത് പച്ച കഷ്ണണ്ടിയൊക്കെ നമ്മൾ ഒരുവിധം മൂപ്പാകുമ്പോൾ പൊട്ടിച്ച് ഇതാക്കാറുണ്ട്. എന്താ അത് പൊളിച്ച് അതിൽ നിന്ന് അതിൻ്റെ ആ ഫ്ലഷ് എടുക്കാറില്ല. അതേപോലെ തന്നെ ഇത് ഉണക്ക ഇങ്ങനെ മഴ പെയ്യുമ്പോൾ അതൊക്കെ കളറ് മാറി പെട്ടെന്നൊന്ന് കുതിർന്ന പരിവാവില്ലേ, ആ സമയത്ത് പൊളിക്കാൻ എളുപ്പത്തിന് കിട്ടും. എന്നാലും കുറച്ച് റിസ്ക്കിയാണ്. അതിൻ്റെ നെയ്യൊക്കെ ആകുമ്പോൾ അമ്മ അങ്ങനെ കുറേ പൊളിച്ച് 2 ദിവസം ഇരുന്ന് പൊളിച്ചതാട്ടാ. പൊളിച്ച് വെള്ളത്തിൽ ചൂടുവെള്ളത്തിലിട്ട് വെച്ചേക്കാം, അതിൻ്റെ ആ ചോണയൊക്കെ പോകാനായിട്ട് കേട്ടോ. പിന്നെ ചീനച്ചട്ടിൽ എന്താ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും അതേപോലെ തന്നെ സബോളയും പച്ചമുളകും വേപ്പനും കൂടി വെളിച്ചെണ്ണയിൽ വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പം മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നാളികേരം നമ്മൾ വറുക്കുന്നതിലാണ് മുളക് പൊടിയും തേങ്ങ വറുക്കുമ്പോൾ മുളക് പൊടിയും പെരിഞ്ചീരകവും മല്ലിപ്പൊടി ഇട്ട് വറുത്ത് വെച്ചത്, വേറെ ഒന്നും ചേർത്തിട്ടില്ല എന്നാണ് അമ്മ പറഞ്ഞത് കേട്ടോ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിള്ളേർക്ക് രണ്ടിനും എന്നെ വേണ്ട, അമ്മേനെ മാത്രം മതി. അപ്പം അമ്മേനെ കളിക്കാനായിട്ട് വിളിച്ചുകൊണ്ടിരിക്കാം രണ്ടാളും. അങ്ങനെ സബോള വാടുമ്പോൾ നമുക്ക് നമ്മുടെ കഷ്ണണ്ടി അതിൻ്റെ പരിപ്പില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു കറിയാട്ടോ ഇതിങ്ങനെ വറുത്തരച്ച് വയ്ക്കുന്നത്. ആരൊക്കെ ഇത് കഴിച്ചിട്ടുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കാം. കുറേ നാളായി ഞാൻ പറയുന്നു അമ്മേൻ്റെ അടുത്ത് ആക്കാമെന്ന്. പിന്നെ അത് പൊളിക്കാൻ എളുപ്പം തന്നെ വെള്ളത്തിൽ കുതിർത്തിട്ടിട്ട് പൊളിക്കുകയൊക്കെ ചെയ്താൽ പെട്ടെന്ന് ഇങ്ങനെ പൊളിഞ്ഞു പോരും കേട്ടോ. പിന്നെ കഷ്ണൻ്റെ ഇട്ടതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് അധികം നേരം കുക്കാവൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെയാവും. അതിങ്ങനെ അതിൻ്റെ ഒരു കറുകറുന്ന് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നതാട്ടെ എനിക്കിഷ്ടം. അധികം വെന്ത് ഇതായി കഴിഞ്ഞാൽ അതിങ്ങനെ ഉടയുന്ന പോലെ ആയി പോകൂലേ. പിന്നെ നമ്മുടെ അരപ്പ് മൊത്തത്തിൽ അമ്മ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവാൻ ആവശ്യത്തിനുള്ള അത്ര അധികം നേരം വേണ്ട, ജസ്റ്റ് ഒന്ന് തള വന്നാൽ നമ്മൾ ഇറക്കാൻ ചെയ്യാറ് പതിവ് കേട്ടോ. വേവുന്നതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ച് കട്ടിയിലിരിക്കുന്നതാട്ടോ ടേസ്റ്റ് ഉണ്ടാവുക ഈ കറിക്ക്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെടാണെന്ന് വെച്ചാൽ ഒരു കുഞ്ഞൊരു ലൈക്കും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ഞാൻ കുറച്ചും കൂടി നാൾ കഴിയുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഒരു ഗീവ് അവേ ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഏണിങ്സ് കിട്ടുന്നതോടുകൂടി അത് വലിയ രീതിയിലല്ല, ചെറിയ രീതിയിലൊക്കെ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാനൊന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമായിട്ടാണ് ഞാൻ ഇത്രയും എത്തിയത്. അപ്പോൾ അത് ഞാൻ വഴിയേ പറയാം, അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് എപ്പോഴെങ്കിലുമൊക്കെ ഞാൻ പറയാം കേട്ടോ. പിന്നെ ഉപ്പ് പോരാൻ തോന്നിയപ്പോൾ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫൈനലി തിളച്ച ഒരു ഇതാവുമ്പോൾ അതിലേക്ക് ലാസ്റ്റ് നമ്മൾ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, രണ്ടും അവിടെ ഫോണ് ഞങ്ങൾ പോട്ടെ എന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാ. പുറത്തേക്ക് പോകാൻ കഴിഞ്ഞാൽ അവർക്ക് അവിടെ മൈലോമ്പിപ്പഴം നിൽക്കുന്നുണ്ട്, അത് പൊട്ടിക്കാൻ വേണ്ടി പോകാനായിട്ട് അമ്മേനെ കൂട്ടിയിട്ട് ഞാനാണെങ്കിൽ ചെല്ലില്ല. അങ്ങനെ മസാലയും കൂടി ഇട്ട് കറി വേറൊരു പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് അമ്മ. ഇതാണ് നമ്മുടെ ഫൈനൽ സ്റ്റേജ് കേട്ടോ. അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല മണ്ണാട്ടോ, വറുത്തരച്ച് വെച്ച കൂട്ടാനൊക്കെ. ഇത് ചപ്പാത്തിയുടെ കൂടിയും ചോറിൻ്റെ കൂടെയൊക്കെ സൈഡായിട്ട് പോകും. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.